ഇന്നത്തെ റെസിപ്പി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ വാഴയില ഭക്ഷണം വിളമ്പാനും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ വാഴയില വെച്ചിട്ടൊരു റെസിപ്പി ഇതാദ്യമായിട്ടായിരിക്കും. അപ്പോൾ വാഴയില ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ബ്ലഡ് ശുദ്ധിയാവാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു പലഹാരം വാഴയില വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. അധികം മൂത്തിട്ടുള്ള വാഴയിലയല്ല, എന്നാൽ തീരെ ഇളയതുമല്ല, ഒരു മീഡിയം പാകത്തിലുള്ള വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു വാഴയില എടുക്കും ചെയ്യരുത്. നമ്മൾ മൈസൂർ പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവനൊക്കെ ആ ഒരു വാഴയിലയാണ് ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി വാഴയില വെച്ചിട്ടാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വാഴയില ഇതുപോലെ കപ്പിൽ അളന്ന് നോക്കുമ്പോൾ അരക്കപ്പാണുള്ളത്. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നോക്കുമ്പോൾ അരക്കപ്പ് അളവിലാണ് വാഴയില കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് മാറ്റിയെടുക്കാം. ആ ഒരു നീരെടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേറെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു നീര് അരക്കപ്പാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് അരക്കപ്പ് കോൺഫ്ലോർ ചേർത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം, ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വാഴയിലയുടെ ആ ഒരു നീര് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനിയൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള നട്ട്സ് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് അത് ഏകദേശം ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ചൂടുള്ള നെയ്യിലേക്ക് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ചിലപ്പോൾ കുറച്ച് നേരം വെക്കുമ്പോൾ താഴ്ഭാഗത്ത് കോൺഫ്ലോർ അടിഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള, അടിയിൽ ഒന്ന് കട്ടായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിയിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1 കപ്പ് നിറയെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുറുകിയിട്ട് കിട്ടണം. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ഫ്ലേവർ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിസ്ത ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുറുകിയിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവാവണം. അപ്പോൾ ഇടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ഒന്ന് ടൈറ്റായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തം ഒരു 3.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് നന്നായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് കുറുകിയിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരിവാവണം. അപ്പം പാകത്തിന് നോക്കിയിട്ട് നെയ്യ് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ കാണാനൊരു ഭംഗിക്കും ഇടയ്ക്ക് കടിക്കാനും വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത എള്ളും അതുപോലെ തന്നെ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എള്ളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നട്ട്സ് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഈ ഒരു സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചട്ടുകം കൊണ്ട് മിക്സാക്കി എടുക്കുന്ന സമയത്ത് ചട്ടുകത്തിൻ്റെ കൂടെ തന്നെ വരുന്ന ഈ ഒരു പരുവാവണം കേട്ടോ. എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഹലുവയുടെ ആ ഒരു കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടുന്നുണ്ടാവുക. ഈ ഒരു സമയത്ത് തന്നെ ഹലുവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉൾഭാഗത്ത് ജസ്റ്റ് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് വെളുത്ത എള്ളും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നട്ട്സും കൂടെ താഴ്ഭാഗത്ത് വിതറി കൊടുത്തിട്ടുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാലേ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ.
ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഒരു 4 മണിക്കൂറാകുമ്പോൾ തന്നെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഹൽവയാണ്. വാഴയില വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. അതിൻ്റെ ഒരു ടേസ്റ്റൊന്നും ഫ്ലേവറൊന്നും വരികയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഹൽവയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.